ഡിസംബർ 31, 2019. ഈ ദിവസമാണ് ചൈനയിലെ വുഹാൻ നഗരത്തിൽ നിന്ന് ആരംഭിച്ച ഒരു പുതിയ രോഗത്തെക്കുറിച്ച്, പിൻകാലത്ത് COVID-19 എന്ന പേരിൽ അറിയപ്പെട്ട രോഗത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ലഭിക്കുന്നത്. COVID-19 എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രോഗം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് ലോകം മുഴുവൻ മാറ്റിമറിച്ചത് എന്നതിൻ്റെ കഥയാണിത്. കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുകയും ലോകത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ഘടനകളെ തന്നെ തിരുത്തി എഴുതുകയും ചെയ്ത ഈ മഹാമാരിയുടെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള യാത്ര വിശദമായി നമുക്ക് മനസ്സിലാക്കാം. 2019 ഡിസംബർ മാസം ചൈനയിലെ ഹുബൈ പ്രവിശ്യയുടെ തലസ്ഥാനമായ വുഹാൻ നഗരത്തിൽ അസാധാരണമായ ന്യൂമോണിയ രോഗലക്ഷണങ്ങളുമായി ചില രോഗികൾ ആശുപത്രികളിൽ എത്തിത്തുടങ്ങി. ഏകദേശം 1 കോടിയോളം ജനങ്ങൾ താമസിക്കുന്ന ഈ നഗരം ചൈനയുടെ പ്രധാന ഗതാഗത കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. 2019 ഡിസംബർ 31 ഈ ദിവസമാണ് വുഹാനിലെ ആരോഗ്യ കമ്മീഷന് ഔദ്യോഗികമായി അജ്ഞാതമായ കാരണമുള്ള ന്യൂമോണിയ കേസുകളെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചത്. 27 കേസുകളാണ് തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവരിൽ മിക്കവരും വുഹാനിലെ സീ ഫുഡ് ഹോൾസെയിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ഈ മാർക്കറ്റിൽ കടൽ ഭക്ഷണങ്ങൾ മാത്രമല്ല, ജീവനുള്ള മൃഗങ്ങളും വിൽക്കപ്പെട്ടിരുന്നു. ലോകാരോഗ്യ സംഘടനയെ ഉടൻ തന്നെ വിവരമറിയിച്ചു. എന്നാൽ അപ്പോൾ ആരും വിചാരിച്ചില്ല ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കാൻ പോകുന്ന ഒരു മഹാമാരിയായി മാറുമെന്ന്. ചൈനീസ് ശാസ്ത്രജ്ഞർ രോഗകാരിയെ തിരിച്ചറിയാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. 2020 ജനുവരി 7 ഒരു പുതിയ തരം കൊറോണ വൈറസാണ് രോഗകാരി എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതിന് തുടക്കത്തിൽ 2019 NCOV എന്ന താൽക്കാലിക നാമം നൽകി. 2020 ജനുവരി 11 കോവിഡ് മൂലമുള്ള ആദ്യ മരണം ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 61-കാരനായ ഒരു പുരുഷനായിരുന്നു മരിച്ചത്. അദ്ദേഹവും വുഹാൻ മാർക്കറ്റിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. അതേസമയം വൈറസ് വുഹാനിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. 2020 ജനുവരി 13 തായ്ലൻഡിൽ ചൈനയിൽ നിന്നുള്ള ഒരു യാത്രക്കാരനിൽ വൈറസ് കണ്ടെത്തി. ഇത് ചൈനയ്ക്ക് പുറത്തുള്ള ആദ്യം സ്ഥിരീകരിച്ച കേസായിരുന്നു. ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും താമസിയാതെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജനുവരി 20 ചൈനീസ് അധികൃതർ ഒരു പ്രധാന വിവരം സ്ഥിരീകരിച്ചു. വൈറസ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നു. ഇത് സാഹചര്യത്തെ ഗൗരവമേറിയതാക്കി. ജനുവരി 23 ചൈനീസ് സർക്കാർ അഭൂതപൂർവമായ ഒരു നടപടി സ്വീകരിച്ചു. വുഹാൻ നഗരത്തെ മുഴുവൻ ലോക്ക്ഡൗൺ ചെയ്തു. 1 കോടിയിലധികം ആളുകൾ വീടുകളിൽ ഒതുങ്ങി. 2020 ജനുവരി 30 ലോകാരോഗ്യ സംഘടന ഇത് ഒരു അന്താരാഷ്ട്ര പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു. അപ്പോഴേക്കും 19-ലധികം രാജ്യങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഫെബ്രുവരി 11 WHO ഈ രോഗത്തിന് ഔദ്യോഗിക നാമം നൽകി, COVID-19, അതായത് കൊറോണ വൈറസ് ഡിസീസ് 2019. വൈറസിന് SARS-CoV-2 എന്ന് പേരിട്ടു. ഫെബ്രുവരി അവസാനമായതോടെ ഇറ്റലി ഈ രോഗത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറി. ആശുപത്രികൾ നിറഞ്ഞു. മെഡിക്കൽ സംവിധാനങ്ങൾ തകരാറിലായി. ഇറ്റലിയിലെ ചിത്രങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചു. ശവപ്പെട്ടികൾ വഹിക്കുന്ന സൈനിക വാഹനങ്ങൾ, തീവ്രപരിചരണ വിഭാഗങ്ങളിൽ നിറഞ്ഞ രോഗികൾ, ക്ഷീണിതരായ ഡോക്ടർമാർ. മാർച്ച് 11, 2020 ഈ തീയതി ചരിത്രത്തിൽ എന്നേക്കും എഴുതപ്പെട്ടു. ലോകാരോഗ്യ സംഘടന COVID-19 ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചു. അപ്പോഴേക്കും 114 രാജ്യങ്ങളിലായി 4000-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. US, സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി, UK എന്നിവിടങ്ങളിലും രോഗം അതിവേഗം പടർന്നു. രാജ്യങ്ങൾ അതിർത്തികൾ അടച്ചു.
വിമാന സർവീസുകൾ നിർത്തിവച്ചു. ലോകം ഒരു നിശ്ചലാവസ്ഥയിലെത്തി. മാർച്ച് മാസത്തിലും ഏപ്രിലിലും ലോകത്തിലെ പകുതിയിലേറെ ജനങ്ങൾ ഏതെങ്കിലും രൂപത്തിലുള്ള ലോക്ക്ഡൗണിന് വിധേയരായി. ഏകദേശം 3 ബില്യണോളം ആളുകൾ വീടുകളിൽ ഒതുങ്ങി. നഗരങ്ങളിലെ തിരക്കേറിയ തെരുവുകൾ ശൂന്യമായി. വിദ്യാലയങ്ങൾ, കോളേജുകൾ, ഓഫീസുകൾ, ഷോപ്പിംഗ് മാളുകൾ, സിനിമാശാലകൾ എല്ലാം അടച്ചുപൂട്ടി. ഇന്ത്യയിൽ മാർച്ച് 24, 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. 1.3 ബില്യൺ ആളുകളെ ബാധിച്ച ഈ ലോക്ക്ഡൗൺ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതായിരുന്നു. കേരളത്തിൽ ജനുവരി 30 തന്നെ ഇന്ത്യയിലെ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ജീവിതം പൂർണ്ണമായും മാറി. വർക്ക് ഫ്രം ഹോം പുതിയ സാധാരണ കാര്യമായി മാറി. ഓൺലൈൻ ക്ലാസുകൾ വിദ്യാർത്ഥികളുടെ പുതിയ ശീലമായി. സൂം മീറ്റിങ്ങുകൾ, വെബിനാറുകൾ, വെർച്വൽ ഇവൻറ്റുകൾ, സാങ്കേതികവിദ്യ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടുതൽ അവിഭാജ്യ ഘടകമായി മാറി. മാസ്കുകൾ, സാനിറ്റൈസറുകൾ, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഇവയെല്ലാം നമ്മുടെ ദൈനംദിന പദാവലിയിൽ ഉൾപ്പെട്ടു. മഹാമാരിയുടെ സാമ്പത്തിക ആഘാതം അഭൂതപൂർവമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ചെറുകിട വ്യാപാരങ്ങൾ അടച്ചുപൂട്ടി. വിനോദസഞ്ചാര വ്യവസായം തകർന്നു. ഏവിയേഷൻ മേഖല ഭീമമായ നഷ്ടം നേരിട്ടു. ഇന്ത്യയിൽ കോടിക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾ നഗരങ്ങളിൽ കുടുങ്ങി. ജോലി നഷ്ടപ്പെട്ട അവർ 100 കണക്കിന് കിലോമീറ്റർ നടന്ന് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങി. റോഡുകളിൽ നടന്നു പോകുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ ചിത്രങ്ങൾ ഇന്ത്യൻ മഹാമാരിയുടെ ദുരന്ത ചിഹ്നങ്ങളിൽ ഒന്നായി മാറി. ആരോഗ്യ സംവിധാനങ്ങൾ അങ്ങേയറ്റം സമ്മർദ്ദത്തിലായി. ICU കിടക്കകൾ, വെന്റിലേറ്ററുകൾ, ഓക്സിജൻ, PPE കിറ്റുകൾ എല്ലാം കുറവായി. ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി രോഗികളെ പരിചരിച്ചു. നിരവധി പേർ മഹാമാരിക്ക് ഇരയായി. മഹാമാരിയുടെ ഇരുളിൽ പ്രത്യാശയുടെ പ്രകാശം നൽകിയത് വാക്സിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. സാധാരണമായി ഒരു വാക്സിൻ വികസിപ്പിക്കാൻ 10 മുതൽ 15 വർഷം വരെ എടുക്കാറുണ്ട്. എന്നാൽ ആഗോള ശാസ്ത്ര സമൂഹം അത്ഭുതകരമായ വേഗത്തിൽ പ്രവർത്തിച്ചു. ഡിസംബർ 2020 ഫൈസർ ബയോടെക് വാക്സിൻ ആദ്യമായി അടിയന്തര ഉപയോഗത്തിന് അംഗീകരിച്ചു. താമസിയാതെ മറ്റു വാക്സിനുകളും അംഗീകാരം നേടി. ഇന്ത്യയിൽ കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവ വികസിപ്പിക്കപ്പെട്ടു. 2021 ജനുവരി 16 ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ പ്രക്രിയ ആരംഭിച്ചു. ആദ്യം ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര പ്രവർത്തകർക്കും പിന്നീട് മുതിർന്നവർക്കും ക്രമേണ എല്ലാ മുതിർന്നവർക്കും വാക്സിൻ ലഭ്യമാക്കി. കേരളം വാക്സിനേഷനിൽ നേതൃപരമായ പങ്കുവഹിച്ചു. സംസ്ഥാനത്തിൻ്റെ ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനവും ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിബദ്ധതയും വാക്സിനേഷനെ വിജയകരമാക്കി. മെയ് 5, 2023 ലോകാരോഗ്യ സംഘടന COVID-19 ഇനി ആഗോള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയല്ലെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ മഹാമാരി നമ്മെ അനേകം പാഠങ്ങൾ പഠിപ്പിച്ചു. ആഗോളതലത്തിൽ 7 മില്യണിലധികം ആളുകൾ മരിച്ചു. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. പലർക്കും ലോങ് കോവിഡ് എന്നറിയപ്പെടുന്ന ദീർഘകാല സങ്കീർണതകൾ നേരിടേണ്ടി വന്നു. എന്നാൽ ഈ പ്രതിസന്ധി മനുഷ്യൻ്റെ പ്രതിരോധ ശേഷിയും ശാസ്ത്രത്തിൻ്റെ ശക്തിയും തെളിയിച്ചു. ടെലിമെഡിസിൻ വികസിച്ചു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തമായി. വർക്ക് ഫ്രം ഹോം പുതിയ സാധ്യതകൾ തുറന്നു. പൊതുജനാരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. COVID-19 ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഇത് ലോകത്തെ ആകെ മാറ്റി. നമ്മുടെ ജീവിത രീതികളെയും മാറ്റി. ഏകാന്തത എന്താണെന്ന് പഠിപ്പിച്ചു. അതേസമയം പരസ്പര ബന്ധത്തിൻ്റെ മൂല്യം ഉയർത്തിക്കാട്ടി. ഇന്ന് ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് ഈ മഹാമാരി പഠിപ്പിച്ച പാഠങ്ങൾ ഓർമ്മിക്കാം. പൊതുജനാരോഗ്യം ശക്തിപ്പെടുത്താം. ശാസ്ത്രത്തെ വിശ്വസിക്കാം. പരസ്പര സഹായത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം.